ആറാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സാഹിത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നാദാൻ ദോസ്ത് എന്ന പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കഥ ഇവിടെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നതിനാൽ ഞാൻ അതിൻ്റെ കഥ വീണ്ടും പറയുന്നില്ല. ഫസ്റ്റ് പാർട്ട് കുട്ടികൾ പോയി കാണണം. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. गर्मी के दिन थे। बाबूजी दफ्तर गए हुए थे। अम्मा दोनों बच्चों को कमरे में सुलाकर खुद सो गई थी. गर्मी के दिन थे. നല്ല ചൂടുള്ള സമയമായിരുന്നു. ബാബുജി ദഫ്തർ ഗയേ ഹുയേ थे. അവരുടെ അച്ഛൻ എവിടെ പോയിരുന്നു? ദഫ്തർ, ഓഫീസിൽ പോയിരുന്നു. അമ്മ ദോനോ ബച്ചോं को कमरे में सुलाकर खुद सो गई थी. അവരുടെ അമ്മ, നമ്മുടെ കേശവിൻ്റെയും ശ്യാമയുടെയും അമ്മ ബച്ചോങ്കോ, ഈ കുഞ്ഞുങ്ങളെ കമരേമേം സുലാക്കർ, മുറിക്കുള്ളിൽ തന്നെ ഉറക്കിക്കിടത്തിയിട്ട്. സോന നമ്മൾ സ്വയം ഉറങ്ങുന്നതിനാണ് പറയുന്നത്, സുലാന നമ്മളെ ഉറക്കുന്നതിനെയാണ് പറയുന്നത്. അമ്മയും അച്ഛനുമൊക്കെ കുഞ്ഞുങ്ങളെ ഉറക്കുന്നതിനെയാണ് സുലാന എന്ന് പറയുന്നത്. അവരെ ഉറക്കിക്കിടത്തിയിട്ട് ഖുദ് സോ ഗയി ഥി. ഖുദ് സോന, സ്വയം അവരും ഉറങ്ങിപ്പോയിരുന്നു, അമ്മയും അങ്ങ് ഉറങ്ങിപ്പോയിരുന്നു. ലേക്കിൻ ബച്ചോं की आंखों में आज नींद कहाँ. എന്നാൽ ബച്ചോं की आंखों में, ഈ കുട്ടികളുടെ കണ്ണുകളിൽ ആജ്, ഇന്ന്, ഈ ദിവസം, നീന്ത് കഹാം, ഉറക്കം എവിടെ വരാൻ. അമ്മാജി को बहलाने के लिए दोनों दम रोके आंखें बंद किए मौके का इंतजार कर रहे थे. അമ്മാജി को बहलाने के लिए, അമ്മയെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ദോനോ, രണ്ടുപേരും, ഇവർ രണ്ടുപേരും, കേശവ് ഓർ ശ്യാമ, ദോനോ ദം റോക്കെ, ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച്, ആങ്കെ ബന്ദ് കിയെ, കണ്ണുകളിങ്ങനെ അടച്ചു, ഉറങ്ങിയിട്ടില്ല, വെറുതെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണുകൾ അടച്ചു പിടിച്ച്, മൗക്കെ കാ ഇന്തസാർ കർ രഹേ ഥേ. മൗക്ക മീൻസ് അവസരം, അവസരം ഇങ്ങനെ പ്രതീക്ഷിച്ചിങ്ങനെ കിടക്കുകയാണ്. അമ്മ ഉറങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാൻ, വളരെ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങിപ്പോകാൻ. ഓക്കെ. जो ही मालूम हुआ कि अम्मा जी अच्छी तरह से सो गई, दोनों चुपके से उड़े और बहुत धीरे से दरवाजे की सिड़कनी खोलकर बाहर निकल आए. जो ही मालूम हुआ कि, അവർക്ക് മനസ്സിലായി, അമ്മാജി അച്ചി തരസെ സോ ഗയി, അമ്മ നന്നായിട്ട് ഉറങ്ങിയെന്ന് മനസ്സിലായി. അപ്പോൾ ദോനോ ചുപ്കേസയുടെ, രണ്ടുപേരും പതുക്കെ, ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട്, ചുപ്കേസെ, വളരെ പതുക്കെ എണീറ്റു. അവർ ബഹുത് ധീരേസെ ദർവാസേക്ക് സിടുക്കിനെ കോൽക്കർ, ബഹുത് ധീരേസെ, വളരെ പതുക്കെ ചെന്നിട്ട്, ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് പതുക്കെ പതുക്കെ പമ്മി ചെന്നിട്ട്, ദർവാസേക്ക് സിടുക്കനി, ദർവാസ എന്താണ്, അവരുടെ വാതിലിൻ്റെ സിടുക്കനി എന്ത് ചെയ്തു? സിടുക്കനി മീൻസ് അതിൻ്റെ കുറ്റി എടുക്കുന്നതിനാണ് സിടുക്കനി കോൽന എന്ന് പറഞ്ഞു. വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാണ്ടാണ് എടുത്തത് അല്ലേ. അങ്ങനെ കുറ്റി എടുത്തിട്ട് ബാഹർ നിക്കൽ ഗേ, രണ്ടുപേരെയും പുറത്തേക്ക് ഇറങ്ങി. അണ്ടോങ്കി ഹിഫാസത്ത് കി തയ്യാരിയാം ഹോനെ ലഗി. അണ്ടോങ്കി ഹിഫാസത്ത്, നമുക്കറിയാം സൺഷെയ്ഡിൽ പക്ഷികളുടെ മുട്ട ഉണ്ടായിരുന്നു അല്ലേ. ആ മുട്ടകളുടെ ഹിഫാസത്ത് മീൻസ് അതിനെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള തയ്യാരിയ, അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങി. കേശു കമരേ സെ एक स्टूल उड़ा लाया, लेकिन जब उससे काम न चला तो नहाने की चौकी लाकर स्टूल के नीचे रखी और डरते डरते स्टूल पर चढ़ा. കേശു കമരേ സെ ഏക്ക് സ്റ്റൂൾ ഉടാലായ, കേശവ് എന്ത് ചെയ്തു? മുറിയിൽ നിന്ന്, കമരേസെ, മുറിയിൽ നിന്ന്, ഏക്ക് സ്റ്റൂൾ ഉടാലായ, ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്നു. ലേക്കിൻ, എന്നാൽ, ജബ് ഉസ്സെ കാം ന ചല, പക്ഷെ ആ സ്റ്റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ആ സൺഷെയ്ഡ് വരെ എത്താനുള്ള നീളം ആ സ്റ്റൂളിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നഹാനേക്ക് ചൗക്കി ലാക്കർ സ്കൂൾ കെ നീച്ചെ രക്കി. നഹാനേക്ക് ചൗക്കി, അവർ കുളിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചൗക്കി, ഒരു നാൽക്കാലി ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് വന്നിട്ട് സ്റ്റൂൾ കെ നീച്ചെ രക്കി, ആ സ്റ്റൂളിൻ്റെ അടിയിലായിട്ട് വെച്ചു. നമുക്കത് പിക്ചറിൽ കാണാൻ പറ്റും. അവർ ഡർത്തെ സ്റ്റൂൾ പർ ചട. അങ്ങനെ നമ്മുടെ കേശവ് എന്ത് ചെയ്തു? ഡർത്തെ ഭയന്നപ്പം അടിയിലൊരു ചൗക്കിയുണ്ട്, അതിൻ്റെ മുകളിലാണ് സ്റ്റൂൾ വെച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഭയന്നാണ് എന്ത് ചെയ്തത്? കേശവ് സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയത്. ശ്യാമ ദോനും ഹാത്തോം സെ സ്റ്റൂൾ പകടേ ഹുയേ ഥി. സ്റ്റൂൾ
चारों ढांगे बराबर न होने के कारण जिस तरफ ज़्यादा दबाव पाता था ज़रा सा हिल पाता था. ശ്യാമ दोनों हाथों से. ശ്യാമ രണ്ട് കൈകൾ കൊണ്ടും സ്റ്റൂൾ പെകടെ ഹുയേത്തി, സ്റ്റൂളിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് കാണാൻ പറ്റും പിക്ചറിൽ നമ്മുടെ ശ്യാമ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്ത് കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മുടെ ശ്യാമ നിൽക്കുന്നത് അല്ലേ. സ്റ്റൂൾ ചാരോ ഢാങ്കേം ബരാബർ നഹോനയ്ക്ക് കാരണം, ഈ സ്റ്റൂളിൻ്റെ 4 കാലുകൾ കണ്ടില്ലേ, ആ ചാരോ ഢാങ്കേം, അതിൻ്റെ 4 കാലുകളും ബരാബർ നഹോനയ്ക്ക് കാരണം, അത് ഈ ചൗക്കിയിൽ നന്നായിട്ട് ഇരിക്കുന്നില്ല. കാരണം എവിടെയൊക്കെയോ ഒരു ഇളക്കം അതിൻ്റെ സൈഡിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം ജിസ് തരഫ് ജ്യാദ ദബാവ് പാതാത, ഏത് സൈഡിലേക്കാണോ കൂടുതൽ എന്ത് സംഭവിക്കുന്നത്, ഏത് സൈഡിലേക്കാണോ കൂടുതലൊരു പ്രഷർ ചെല്ലുന്നത്, അപ്പോൾ ആ സൈഡ് എന്ത് ചെയ്യും, ജരാസ ഹിൽ ജാത്താത്ത, ഒരു സൈഡിലേക്ക് കൂടുതൽ പ്രഷർ ചെല്ലുന്ന സമയത്ത് ആ സൈഡ് മാത്രം ചൗക്കിയിലേക്ക് പ്രസ്സായിരിക്കുകയും ബാക്കി ഭാഗം പൊങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പം സ്റ്റൂൾ എന്ത് ചെയ്യും, ഹിൽ ജാത്താത്ത, എന്ത് ചെയ്യും, ഇളകുന്നുണ്ടായിരുന്നു സ്റ്റൂള്. उस वक्त केशव को कितनी तकलीफ उठानी पड़ती थी यह उसी का दिल जानता था. उस वक्त ആ സമയത്ത് കേശവ് को कितनी തക്ലീഫ് ഉടാനി പടുത്തി, നമ്മുടെ കേശവിന് കിത്തനി തക്ലീഫ്, എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉസീക്കാ ദിൽ ജാൻതാ था, അത് അവൻ്റെ മനസ്സിന് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ അല്ലേ. दोनों हाथों से कार्निस पकड़ लेता और श्यामा को दबी आवाज़ से डांटता. അച്ചി തരക് പക്കട് ദോനോ ഹാത്തോം സെ, 2 കൈകൾ കൊണ്ടും കാർണിസ് പക്കട് ലേത്ത, ഈ സൺഷെയ്ഡിൽ അവൻ പിടിച്ചു. അവർ ശ്യാമാക്കോ ദബി ആവാസെ ഢാണ്ട് ഥ, ശ്യാമയെ പതിഞ്ഞ സ്വരത്തിൽ, ഢാണ്ടിന മീൻസ് ശകാരിക്കുക, ശകാരിച്ചിട്ട് പറഞ്ഞു അച്ചി തരക് പക്കട്, നന്നായിട്ട് പിടിക്കുക. വർണ്ണ ഉദർക്കർ ബഹുത് മാറുക, അല്ല എങ്കിൽ വർണ്ണ, അല്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഉദർക്കർ ബഹുത്ത് മാറുക, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നിനക്ക് നല്ല അടി വെച്ച് തരും എന്ന് ആര് പറഞ്ഞു, കേശവ് ശ്യാമേൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ. മഗർ ബേച്ചാരി ശ്യാമ കാ ദിൽ തോ ഊപ്പർ കാർണിസ് പർ ഥാ, പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ബേച്ചാരി ശ്യാമ കാ ദിൽ, ഈ പാവം ശ്യാമയുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ ഊപ്പർ കാർണിസ് പർ ഥാ, മുകളിൽ സൺഷെയ്ഡിലായിരുന്നു. കേശവിനെ ആ മുട്ടയുടെ അവസ്ഥ കാണാൻ പറ്റത്തുള്ളൂ. ഭയങ്കരമായിട്ട് നമ്മുടെ ശ്യാമയും ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ അവസ്ഥ കാണും, പക്ഷേ അതിൻ്റെ മുകളിൽ കയറിയല്ലേ കാണാൻ പറ്റുള്ളൂ. അവളുടെ മനസ്സ് മുഴുവൻ ഈ കാർണിസിലായിരുന്നു, ഈ സൺഷെയ്ഡിലായിരുന്നു. ബാർ ബാർ ഉസ്കാ ധ്യാൻ ഉദർ ചലാ ജാത്ത और हाथ ढीले पड़ जाते. बार बार उसका ध्यान, കൂടെ അവിടെ ശ്രദ്ധ, ഒരുപാട് പ്രാവശ്യം അവളുടെ ശ്രദ്ധ അവിടേക്ക് പോയി. എവിടേക്ക് പോയി, ഈ സൺഷെയ്ഡിലേക്ക് പോയി. और हाथ ढीले पड़ जाते, സ്റ്റൂളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു, हाथ ढीले पड़ जाते, കൈ ഒന്ന് അയഞ്ഞു പോകും. കാരണം കൈ അയഞ്ഞു പോകുമ്പം എന്ത് സംഭവിച്ചേക്കും, ഒരു പക്ഷെങ്കിൽ ഈ സ്റ്റൂള് മറിഞ്ഞിട്ട് നമ്മുടെ കേശവ് താഴെ വീണേക്കാം അല്ലേ. കേശവിനെ ജ്യോം ഹി കാർണിസ് पर हाथ रखा दोनों चिड़िया उड़ गई. केशव ने देखा कार्निस पर थोड़े तिनके बिछे हुए हैं और उन पर 3 अंडे पड़े हैं. जैसे घोंसले उसने पेड़ों पर देखे थे वैसा कोई घोंसला नहीं है. श्यामा ने नीचे से पूछा, कई बच्चे हैं भैया. केशव ने ज्योम ही कार्निस पर हाथ रखा. കേശവ് വളരെ പരിശ്രമിച്ച് എങ്ങനെയൊക്കെയോ കൈ അവിടെ വെച്ചു. ആ സമയത്ത് ദോനോൻ ചിടിയ ഉടുകയി, കേശവ് അങ്ങോട്ട് കൈ വെച്ചപ്പോഴത്തേക്ക് തന്നെ എന്ത് ചെയ്തു, 2 പക്ഷികൾ പറന്നുപോയി. ഉടിനയുടെ അർത്ഥം പറക്കുക എന്നാണ്. ഉടിന പറക്കുക, ഉടുകയി പറന്നുപോയി. കേശവിനെ ദേഖ कार्निस पर थोड़े तिनके बिछे हुए हैं और उन पर 3 अंडे पड़े हैं. അപ്പോൾ കേശവ് കണ്ട കാഴ്ച ഇതാണ്. കേശവ് നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്. കാർണിസ് പെർ ധോടെ തിൻകെ ബിച്ചെ ഹുയെ ഹെ, ഈ സൺഷെയ്ഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് തിൻകെ ബിച്ചെ ഹുയെ, തിൻക ഉണക്കപ്പുല്ലാണ്, ഗ്രാസസ് ആണ്, ഉണങ്ങിയ ഗ്രാസസ് എന്ത് ചെയ്യുന്നു, ഇത് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പശു ഇങ്ങനെ അവർക്ക് മുട്ട സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. ഔർ ഉൻപർ 3 അണ്ടേ പടേ ഹെ, ആ തിൻകയുടെ ആ ഉണക്കപ്പുല്ലിൻ്റെ മുകളിലായിട്ട് എന്തുണ്ട്, 3 മുട്ടകളുണ്ട് അല്ലേ. ജയ്സെ ഘോൻസലെ उसने पेड़ों पर देखे थे वैसा कोई घोंसला नहीं है. जैसे घोंसले उसने पेड़ों पर देखे थे. നമ്മുടെ കേശവ് എങ്ങനെയുള്ള ഘോൻസലയാണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള നെസ്റ്റാണോ പേടോം പർ ദേഖേ ഥേ, വൃക്ഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ വൃക്ഷങ്ങളിൽ എന്ത് കണ്ടിട്ടുണ്ട്, പക്ഷിക്കൂടുകൾ കണ്ടിട്ടുണ്ട് അല്ലേ.
അപ്പം കേശവം പക്ഷിക്കൂട് കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ വൈസ കൊയ് ഗോൺസല നഹി. പക്ഷെ അങ്ങനെ കേശവൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സങ്കല്പം ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ഗോൺസല അല്ലായിരുന്നു ഈ പക്ഷികൾ സൺഷെയ്ഡിൻ്റെ പുറത്ത് ഉണ്ടാക്കി വെച്ചിരുന്നത്. ശ്യാമാനെ നീച്ചേസി പൂച്ച. ശ്യാമ താഴെ നിന്നിട്ട് ചോദിച്ചു. ശ്യാമ താഴെ നിൽക്കുകയാണ്. കൈ ബച്ചേ ഹേ ഭായ്യ, എത്ര 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 കുഞ്ഞുങ്ങളുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ കേശവ് പറഞ്ഞു, 3 അണ്ടേ ഹേ അബി ബച്ചേ നഹി നികലേ. 3 മുട്ടകളുണ്ട്, അബി ബച്ചേ നഹി നികലേ. ഇതുവരെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. ശ്യാമ, ജരാ ഹമേ ദിക്കാതോ ഭായ്യ, കിത്തനെ ബഡേ ഹേ, എന്നെ കൂടി ഒന്ന് കാണിച്ചു തരുമോ? കിത്തനെ ബഡേ ഹേ, എത്രത്തോളം വലുതാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേശവ്, ദിക്കാദൂങ്ക, പെഹലെ ജരാ ചിതടേ ലേ ആ, നീച്ചെ ബിച്ചാദൂ. ബേച്ചാരെ അണ്ടേ തിൻകോമ്പർ പടേ ഹേ. കേശവ് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ദിക്കാദൂങ്ക, പെഹലെ ജരാ ചിതടേ ലേ ആ. നീ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക? ചിതടേ ലേ ആ, കുറച്ച് പഴകിയ തുണികൾ എടുത്തിട്ട് നീ വരിക. നീച്ചെ ബിച്ചാദു, നമുക്കത് ഈ മുട്ടകൾ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരിച്ചു കൊടുക്കാനാണ് കേട്ടോ. ബേച്ചാരെ അണ്ടേ തിൻകോമ്പർ പടേഹെ. ഈ മുട്ടകൾ ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഗ്രാസസിലാണ്, ഈ ഉണങ്ങിയ ഗ്രാസസിലാണ് ഇരിക്കുന്നത് അല്ലേ. ശ്യാമ ദൗഡ്കർ അപ്നി പുരാനി ധോത്തി ഭാഡ്കർ ഏക് ടുക്കട ലായി. ശ്യാമ ദൗഡ്കർ, ഇത് കേട്ടപ്പോഴേ ശ്യാമ ഓടിപ്പോയിട്ട് അപ്നി പുരാനി ധോത്തി ഫാഡ്കർ, തൻ്റെ ഏതോ ഒരു പഴയ വസ്ത്രം എടുത്ത് കീറി, ഫാഡ്കർ കീറിയിട്ട് ഏക് ടുക്കട ലായി, അതിൻ്റെ ഒരു പീസ് കൊണ്ടുവന്നു. കേശവിനെ ജുക്കർ कपड़ा ले लिया, उसकी कई तह करके उसने एक गद्दी बनाई और उसे 3 कोंबर बिछाकर 3 अंडे धीरे से उस पर रख दिए. കേശവനെ ജുക്കന മീൻസ് കുനിയുക, ജുക്കർ കുനിഞ്ഞിട്ട്, കപ്പടെ ലേലിയ, എന്ത് ചെയ്തു? ശ്യാമ കൊണ്ടുവന്ന ആ പഴകിയ വസ്ത്രങ്ങളുണ്ടായിരുന്നല്ലോ, വസ്ത്രത്തിൻ്റെ പീസ് കൊണ്ടുവന്നല്ലോ, അതിനെ കേശവ വാങ്ങിച്ചു. उसकी कई तह करके उसने एक गद्दी बनाई और उसे 3 कोंबर बिछाकर 3 अंडे धीरे से उस पर रख दिए. എന്താ പിന്നെ ഇവർ രണ്ടുപേരുടെ ചെയ്തെന്ന് നോക്കാം. ശ്യാമ താഴെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്റ്റൂളിൽ പിടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്, നമുക്കറിയാം അല്ലേ. ഉസ്കി, അപ്പോൾ ഈ തുണി വാങ്ങിച്ചിട്ട് ഉസ്കി കൈ തഹ് കർക്കെ, അതിനെ എന്ത് ചെയ്തു? അതിനെ പല തഹ് കർണ മീൻസ് അതിനെ ലെയറുകളാക്കിയിട്ട്, അതിനെ പല പല ലെയറുകളാക്കിയിട്ട് ഉസ്നേക്ക് ഗദ്ദി ബനായി, നമ്മുടെ കേശവ് എന്ത് ചെയ്തു? ഒരു മെത്ത പോലാക്കി നല്ല കട്ടിയിലാക്കിയിട്ട് ഉസെ തിൻകോമ്പർ ബിച്ചാക്കർ, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ആ ഗ്രാസസ് വെച്ചിട്ട് തീനോ അണ്ടേ ധീരേസെ ഉസ് പർ രഖ് ദിയെ, വളരെ പതുക്കെയാണ്, അല്ലെങ്കിൽ മുട്ട എന്ത് ചെയ്യും? പൊട്ടിപ്പോവും അല്ലേ. വളരെ പതുക്കെ ഈ തുണിയുടെ ലെയറുകൾ ഉണ്ടാക്കി അതിലേക്ക് എന്ത് ചെയ്തു? ഈ ഗ്രാസസൊക്കെ നന്നായിട്ട് വെച്ച് മുട്ട നല്ല സേഫാക്കി വെച്ചു. ശ്യാമാനെ ഫിർ കഹ ഹംകോഫി ദിക്കാദോ ഭായ്യ. ശ്യാമയ്ക്ക് പറ്റുന്നില്ല. ശ്യാമ പുറത്ത് നിന്നിട്ട് ഈ സ്റ്റൂളിൽ പിടിച്ചിട്ട് നിന്നിട്ട് പറയുകയാണ്, ഹംകോഫി ദിക്കാദോ ഭായ്യ, എന്നെ കൂടെ കാട്ടിത്തരുവോ ചേട്ടാന്ന് ചോദിച്ചു അല്ലേ. കേശവ്, ദിക്കാദൂങ്ക, ഞാൻ കാണിച്ചു തരാം. പെഹലെ ജരാവക് ടോക്കരി തോതേതോ, നീ ആദ്യം ബാസ്ക്കറ്റിങ് എടുക്ക്, വെയിലടിക്കാതിരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ടോക്കരി അല്ലേ, ആ ചെറിയ കുട്ടയ്ക്കാണ് നമ്മുടെ ടോക്കരി എന്ന് പറയുന്നത്, അതിങ്ങെടുക്കുക എന്ന് പറഞ്ഞു. ഊപ്പർ ചായ കരുതും, ഇതിന് തണലുണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ശ്യാമാനെ ടോക്കരി നീച്ചേസെ ദമാധി, ശ്യാമ എന്ത് ചെയ്തു? ഈ ടോക്കരി എടുത്ത് മുകളിലേക്ക് കൊടുത്തു. അവർ ബോലി, എന്നിട്ട് പറഞ്ഞു, അബ് തും ഉത്തർ ആവോ മേം ഭി തോ ദേഖും, ഇനി ചേട്ട ഇറങ്ങ്, ഞാൻ മേം ഭി തോ ദേഖും, ഞാൻ പോയി കാണട്ടെ എന്ന് പറഞ്ഞു. കേശവനെ ടോക്കരി കോ ഏക് ടഹനി സെ ടിക്കാക്കർ കഹ, അപ്പോൾ ഈ വെറുതെ ബാസ്ക്കറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുമില്ലല്ലോ. അപ്പോൾ ഏക് ടഹനീസെ, കേശവ് എന്ത് ചെയ്തു? ടോക്കരീനെ ഏക് ടഹനീസെ, ഒരു ചെറിയ കമ്പ് കൊണ്ട്, ടിക്കാക്കർ, അതിനെ ഇങ്ങനെ കമ്പിലിങ്ങനെ കുത്തിച്ചാരി അതിൻ്റെ മണ്ടലായിട്ട് എന്ത് ചെയ്തു? ഈ ബാസ്ക്കറ്റ് കമഴ്ത്തി വെച്ചു അല്ലേ. എന്നിട്ട് പറഞ്ഞു, ജാ, നീ പോയിട്ട് ദാന അവർ പാനിക്ക് പ്യാലി ലേ ആ, നീ പോയിട്ട് എന്താ ഈ പക്ഷികൾക്ക് ഉള്ള ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും പാനിക്ക് പ്യാലി, വെള്ളം നിറച്ച പാത്രവും നീ എന്ത് ചെയ്യുക? എടുത്തിട്ട് വരിക. അപ്പോൾ 3ാമത്തെ ജോലിയും കൊടുത്തു നമ്മുടെ ശ്യാമക്കുട്ടിക്ക് അല്ലേ. മേ
ഉത്തർ ആവും തോ തുച്ഛെ ദിക്കാ ദൂങ്ക, ഞാൻ താഴെ ഇറങ്ങിയിട്ട് നിന്നെ കാണിക്കാമെന്ന് കേശവ് വീണ്ടും അവൾക്ക് വാക്ക് കൊടുത്തു. ശ്യാമ പ്യാലി അവർ ചാവൽ ഭീലായി. ശ്യാമ പോയിട്ട് എന്ത് ചെയ്തു? വെള്ളവും അരിയും എടുത്തിട്ട് വന്നു. കേശവിനെ ടോക്കരി കെ നീച്ചെ ദോനോ ചീസെ രഖ് ധീം. കേശവ് എന്ത് ചെയ്തു? ആ ബാസ്ക്കറ്റിൻ്റെ അടിയിലായിട്ട്, അതായത് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അവർക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? തണൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് കീഴിലായിട്ട് എന്ത് ചെയ്തു? വെള്ളം നിറച്ച പാത്രവും ഈ ചാവലും ഈ ധാന്യവും വെച്ച് കൊടുത്തു. അവർ അഹിസ്താസെ ഉദർ ആയ. എന്നിട്ട് അവിടുന്ന് വളരെ പതുക്കെ എന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങി. ശ്യാമാനെ ഗിഡ് ഗിഡാക്കർ കഹ अब हमको भी ചടാ ദോ ഭായ്യ. ശ്യാമ പാവം അവൾ വീണ്ടും പറയുകയാണ്, ഗിഡ് ഗിഡാക്കർ കഹ. ഗിഡ് ഗിഡാന എന്ന് പറഞ്ഞാൽ നമ്മൾ കേണ് പറയുക, കെഞ്ചി പറയുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ പറഞ്ഞു. അബ് ഹംകോ ബി ചടാ ദോ ഭയ്യ, നമ്മളെ കൂടെ എന്നെ കൂടെ കയറ്റി കാണിക്കുക ചേട്ടാന്ന് പറഞ്ഞു. കേശവ് തു ഗിർ പടേകി. കേശവ് അപ്പോൾ കാര്യമെല്ലാം കഴിഞ്ഞല്ലേ. അപ്പോൾ കേശവ് പറയുകയാണ്, തു ഗിർ പടേകി, നീ വീഴും, അതുകൊണ്ട് നീ കയറണ്ടെന്നല്ലേ. ശ്യാമ ന ഗിറൂങ്കി ഭയ്യ തും നീച്ചെ സെ പെഗഡേ രഹന. ഞാൻ വീഴുവില്ല, ചേട്ടൻ എന്ത് ചെയ്താൽ മതി? നീച്ചേസെ പെഗഡേ രഹന, താഴെ നിന്നിട്ട് ഞാൻ ചെയ്തതുപോലെ സ്റ്റൂളിൽ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു കേശവ്. ന ഭയ്യ കഹി തു ഗിർഗിറാ പടി തോ അമ്മാജി മേരി ചട്നി ഹി കർ ഡാലേങ്കി. ഇല്ലില്ല, ഞാൻ കേട്ടിട്ടില്ല. കഹീം തു ഗിർഗിറാ പടി തോ, നീ എങ്ങാനും വീണു പോയിട്ടുണ്ടെങ്കിൽ അമ്മാജി മേരി ചട്നി ഹി കർ ഡാലേങ്കി, എന്നെ എന്ത് ചെയ്യും? അമ്മ ചട്നിയാക്കി മാറ്റും എന്നുവെച്ചാൽ നന്നായിട്ട് തന്നെ അടിക്കും എന്ന് കേശവ ശ്യാമേൻ്റെ അടുത്ത് പറഞ്ഞു. കഹേങ്കിക്ക് തൂനെ ഹി ചടായാധ. എന്നിട്ട് അമ്മ പറയും, തൂനെ ഹി ചടായാധ, നീ തന്നെയാണ് കയറ്റിയതെന്ന് പറയും. കൊച്ചു സ്വയം കയറിയതല്ല, നീ കയറ്റിയതാണ് അല്ലേന്ന് ചോദിക്കും. അബ് അണ്ടേ ബഡേ ആറാം സേ ഹേ ജബ് ബच्चे നിക്കലെങ്കെ തോ ഉൻകോ പാലെങ്കെ. അബ് അണ്ടേ ബഡേ ആറാം സേ ഹേ, ഇപ്പം വളരെ സേഫായിട്ട് മുട്ടയിരിക്കുകയാണ് ഇവിടെ. ആറാം സേ ഹേ, വളരെ സേഫായിട്ട് ഈ മുട്ടകൾ ഇവിടെ ഇരിക്കുകയാണ്. ജബ് ബच्चे നിക്കലെങ്കെ തോ ഉൻകോ പാലെങ്കെ. കുട്ടികൾ പുറത്തു വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്ന സമയത്ത് നമുക്കതിനെ എന്ത് ചെയ്യാം? പക്ഷി കുഞ്ഞുങ്ങൾ പുറത്ത് വരുമല്ലോ, അപ്പോൾ നമുക്കതിനെ കെയർ ചെയ്യാം. തോ ഉൻകോ പാലെങ്കെ, അപ്പോൾ നമുക്ക് കെയർ ചെയ്യാം എന്ന് കേശവ് പറഞ്ഞു. ദോനോം ചിടിയ ബാർ ബാർ കാർനിസ് പർ ആത്തി തീം और बगैर बैठे ही उड़ जाती. दोनों चिड़िया, ഈ രണ്ട് പക്ഷികളും ഇടയ്ക്കിടയ്ക്ക് ബാർ കാർണിസ് പർ ആത്തി തീ, ഈ സൺഷെയ്ഡിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ബഗൈർ ബൈറ്റേഹി, അവിടെ ഇരിക്കാതെ, അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതെ എന്ത് ചെയ്യുകയാണ്? ഉഡ്ജാതിഥി, അവർ തിരികെ പറന്നും പോകുന്നുണ്ടായിരുന്നു. കേശവിനെ കേശവ് ചിന്തിച്ചു, ഹം ലോഗോങ്കെ ഡർസെ കഹീം ബൈഡ് തീം നഹീം ബൈഡ് തീം. ഹം ലോഗോങ്കെ ഡർസെ നഹീം ബൈഡ് തീം, നമ്മൾ നിൽക്കുന്നതിൻ്റെ ഭയം കൊണ്ടായിരിക്കും അവർ പക്ഷേ അവരത് ഇരിക്കാത്തത്. അങ്ങനെ കേശവ് ചിന്തിച്ചു. സ്റ്റൂൾ ഉടാക്കർ കമരേമേ രക്കായ, സ്റ്റൂൾ എടുത്തിട്ട് കമരേമേ, മുറിക്കുള്ളിൽ തന്നെ കൊണ്ടുവച്ചു. ചൗക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ ചൗക്കിയിലെ ഒരു ചെറിയ പീഠം ഉണ്ടായിരുന്നു, കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്, അതാണ് ചൗക്കി. ജഹാം കീതി, അതെവിടെയാണോ ഇരുന്നിരുന്നത്, വഹാം രക്കിതി, അതിനെയും കൊണ്ട് അവിടെ തന്നെ വെച്ചു. ശ്യാമാനെ ആംഖോ മേ ആംസു ഫർക്കർ കഹാ, തുമ്നെ മുझे नहीं दिखाया मैं अम्मा जी से कह दूंगी. ശ്യാമയെ കാണിച്ചിട്ടില്ല പാവം ശ്യാമ. അവൾ പറയുകയാണ്, ആങ്കോമേ ആൻസു ഭർക്കർ, കണ്ണൊക്കെ നിറഞ്ഞു. ആങ്കോമേ ആൻസു കണ്ണുനീരാണ്, കണ്ണ് നിറഞ്ഞ്. ഫർന മീൻസ് നിറയുക, കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞിട്ടാണ് അവൾ പറയുന്നത്. അവൾക്ക് വിഷമം സഹിക്കാൻ വയ്യ അല്ലേ. തുന്നെ മുझे नहीं दिखाया, ചേട്ടൻ എന്നെ കാണിച്ചില്ല കേട്ടോ. മേ അമ്മ ജീസെ കഹുദൂങ്ക, ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു കേശവ്. അമ്മ ജീസെ കഹേഗി തോ ബഹുത് മാറൂങ്ക കഹേ ദേത്താഹും, നീ അമ്മയോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? ബഹുത്ത് മാറുങ്ക, ഞാൻ നിനക്ക് നല്ല തല്ല് വെച്ച് തരും. കഹേ ദേത്താഹും, ഞാൻ നിൻ്റെ അടുത്ത് പറയുകയാണ്, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് അടി തരും. ശ്യാമ തോ തുമ്നെ മുझे ദിഖായ ക്യൂം നഹീ, അപ്പോൾ പിന്നെ എന്താണ് എന്നെ ചേട്ടൻ ഇത് കാണിച്ചു തരാഞ്ഞെന്ന് ചോദിച്ചു കേശവ്. അവർ ഗിർ പട്ടി തോ ചാർ സർ ന ഹോ ജാത്തെ, ഇനി താഴെ വീണു പോയ ഞാൻ കാണിക്കാഞ്ഞതിൻ്റെ കാരണമാണ് പറയുന്നത്. കേശവ് പറയാണ്, ഞാൻ കാണിക്കാഞ്ഞത് അവർ ഗിർ പട്ടിത്തോ, താഴെ വീഴുകയാണെങ്കിൽ ചാർ സർന ഹോ ജാത്തെ, നിൻ്റെ തല പൊട്ടി പോവത്തില്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ശ്യാമ ഹോ ജാത്തെ ദേഖ് ലേന മേ കഹ് ദൂങ്കി.
അപ്പോൾ എന്താ പറഞ്ഞത്? ഹോ ജാത്തെ സംഭവിച്ചേനെ ഞാൻ താഴെ വീണിരുന്നേ, തല പൊട്ടിയേനെ, നോക്കിക്കോ. ദേഖിലേന അമ്മയും കഹദൂങ്കി, നോക്കിക്കോ ഞാൻ പോയി പറഞ്ഞു കൊടുക്കും അമ്മേൻ്റെ അടുത്ത്. ഇത്തനെ മേ കോഠരി കാ ദർവാസ ഖുല और मैं और माँ ने धूप से आंखों को बचाते हुए कहा. ഇത്ര ആയപ്പോഴേക്കും അമ്മ മുറിയുടെ വാതിലൊക്കെ തുറന്നിട്ട് പുറത്തു വന്നു. മാനെ ധൂപ് സെ ആങ്കോങ്കോ ബച്ചത്തെ ഹുയെ. ധൂപ് സെ ആങ്കോങ്കോ ബച്ചന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് നമുക്ക് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആകും. അങ്ങനെ അമ്മ എന്ത് ചെയ്യുകയാണ്? ധൂപസെ ആങ്കോങ്കോ ബച്ചാത്തെ ഹുയി, ആ വെയിലിൽ നിന്ന് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കണ്ണ് മാറ്റി പിടിച്ചിട്ട് പറയുകയാണ്, തും തോന്നു ബാഹർ കബ് നികലായി, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് പുറത്തു പോയത്? മേനെ കഹാനാധാക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ദോപഹർക്കോ എന്ന നിക്കൽന, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഉച്ച സമയത്ത് പുറത്ത് പോകരുതെന്ന്? ദോപഹറിന് ഉച്ച സമയത്ത് പുറത്തു പോകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കിസ്നെ കിവാട് ഖോല, ആരാണ് വാതിൽ തുറന്നത്? കിവാട് കേശവിനെ ഖോല ഥാ ലേക്കിൻ ശ്യാമാനെ മാസെ എ ബാത് നഹീം കഹി. കിവാട് ശരിക്കും വാതിൽ തുറന്നു ആരാണ്? നമ്മുടെ കേശവാണ് തുറന്നത്. ലേക്കിൻ ശ്യാമാനെ മാസെ ബാത് നഹീം കഹി, എന്നാൽ കേശവ് ഇക്കാര്യം ശ്യാമ ഇക്കാര്യം മാസൻ ബാത്ത് നഹീം കഹി, ഇക്കാര്യം ശ്യാമ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. ഉസെ ഡർ ലഗാക്കി ഭായി പിടിച്ചായെങ്കിൽ, അവൾക്കൊരു പക്ഷെങ്കിൽ പേടിയായിരുന്നിരിക്കുക. എന്ത്? ഭയ്യ പിടിച്ചായെങ്കിൽ, ഒരു പക്ഷെങ്കിൽ അടിച്ചെങ്കിലോ എന്നുള്ളൊരു പേടിയായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം പറയാഞ്ഞത്. കേശവ് ദിൽസെ കാമ്പുരഹാദാക്കി, കേശവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിറയ്ക്കുക, കേശവിന് വിറയൽ ഫീൽ ചെയ്തിരുന്നു. കാരണം എങ്ങാനും ശ്യാമ ഇത് തുറന്നു പറഞ്ഞെങ്കിലോ എന്ന് ഓർത്തല്ലേ. കഹി ശ്യാമ കഹിനധേ, എങ്ങാനും ശ്യാമ പറഞ്ഞെങ്കിലോ എന്നുള്ളൊരു ഭയം കാരണം കേശവ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അണ്ടേ നദിക്കായതേ, ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ മുട്ടകൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി കേണപേക്ഷിച്ച് പറഞ്ഞിട്ടും കാണിച്ചിരുന്നില്ല അല്ലേ. ഇസസെ ഉസ്കോ ശ്യാമ പർ വിശ്വാസ്നഥ, അതുകൊണ്ട് തന്നെ മുട്ടകൾ കാണിക്കാഞ്ഞത് കൊണ്ട് തന്നെ ഉസ്കോ, ആർക്ക്? ഈ കേശവിന്, അവന്, ഉസ്കോ എന്ന് പറഞ്ഞാൽ അവന്, ആർക്കാണ്? കേശവിന്. ശ്യാമ പർ വിശ്വാസ്നഥ, ശ്യാമയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ശ്യാമ പറയാൻ ചാൻസ് ഉണ്ട്, കാരണം എന്താ? മുട്ടകൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ശ്യാമ സിർഫ് മുഹബത്ത് കെ മാരെ ചുപ് ധി യാ इस कसूर में हिस्सेदार होने की वजह से श्यामा सिर्फ മുഹബത്ത് കെ മാരെ ചുപ്തി. ശ്യാമ കേവലം മുഹബത്ത് കെ മാരെ, മുഹബത്ത് മീൻസ് നമ്മുടെ കേശവനോടുള്ള സ്നേഹം കാരണം മുഹബത്ത് കെ മാരെ ചുപ്തി, ഒരു പക്ഷേ മിണ്ടാതിരുന്നതായിരിക്കാം. യാ ഇസ് കസൂർ മേ ഹിസ്സേദാർ ഹോനേക്ക് വജഹ്സെ, അല്ലെങ്കിൽ കസൂർ തെറ്റാണ്, ഇവർ രണ്ടുപേരും കൂടെ കാണിച്ച തെറ്റിൽ ഹിസ്സേദാർ ഹോനേക്ക് വജഹ്സെ, ശ്യാമയും പങ്കാളിയായിരുന്നത് കൊണ്ടായിരിക്കാം, ഈ രണ്ട് കാരണം കൊണ്ടായിരിക്കാം ശ്യാമ മിണ്ടാതിരുന്നതെന്ന് കേശവ് ചിന്തിച്ചു. ഇസ്ക ഫൈസല നഹീം കിയാ ജാ സക്ത, പക്ഷെ അതിൻ്റെ ശരിക്കുമുള്ള തീരുമാനം എന്താണെന്ന് കേശവിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഷായദ് ദോനോ ഹി ബാത്തേ തി, ഷായദ് ഒരു പക്ഷെങ്കിൽ ദോനോ ഹി ബാത്തേ തി, ഈ രണ്ട് കാരണങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. എന്തൊക്കെ രണ്ട് കാരണങ്ങൾ? കേശവിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ശ്യാമയും കൂടി ഇതിനകത്ത് പങ്കാളിയായിരുന്നുകൊണ്ടായിരിക്കാം. രണ്ട് കാരണത്താലായിരിക്കാം ശ്യാമ എന്തായിരുന്നാലും ഇത് തുറന്ന് പറയാതിരുന്നത്, അമ്മയുടെ അടുത്ത് പറയാതിരുന്നത്. മാനെ ദോനോ കോ ढांढ टपट कर फिर कमरे में बंद कर दिया और आप धीरे धीरे उन्हें भंगा झलने लगी. अभी सिर्फ 2 बजे थे, बाहर तेज लू चल रही थी. अब दोनों बच्चों को नींद आ गई थी. माँ ने दोनों को ढांढ टपट कर फिर कमरे में बंद कर दिया. അമ്മ എന്ത് ചെയ്തു? രണ്ടുപേരെയും ശരിക്ക് എന്ത് ചെയ്തു? വഴക്ക് പറഞ്ഞു. ശഹാരിച്ചതിന് ശേഷം ഫിർ കമരമേ ബന്ദ് കർ ദിയ, വീണ്ടും മുറിയിൽ അടച്ച് രണ്ടുപേരെയും കൂടെ വെച്ചു. അവർ ആപ് ധീരെ ധീരെ ഉനെ ഭംഗ ജലന ലഗി. ധീരെ ധീരെ മീൻസ് പതുക്കെ പതുക്കെ അമ്മ എന്ത് ചെയ്തു അറിയാൻ തുടങ്ങി. ഭംഗ ജലന മീൻസ് അവർക്ക് വീശി കൊടുക്കാൻ തുടങ്ങി. പുറത്തു പോയി ചൂടൊക്കെ കൊണ്ടുവന്നല്ലേ, വീശി കൊടുത്തു. അബി സിർഫ് 2 ബജേ ഥേ, അപ്പോൾ കേവലം സമയം എത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ? 2 മണി സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാഹർ തേജ് ലൂ ചൽ രഹി തി, ലൂ ഉഷ്ണക്കാറ്റാണ്, ചൂട് കാറ്റ്. അപ്പം പുറത്ത് ശക്തിയായ ചൂടുകാറ്റ് വീശുന്നുണ്ടായിരുന്നു. അബ് ദോനോ ബച്ചോം കോ നീന്ത് ആ ഗയി തി, ഇപ്പോൾ 2 കുട്ടികൾക്കും എന്താണ്? നീന്ത് ആ ഗയി തി, ഉറക്കം വന്നിരുന്നു. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാണുകയും അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.